ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ നമ്മൾ അബഹ ട്രിപ്പിൽ എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ള ഒരു സംഭവമാട്ടോ എനിക്ക് ഇന്ന് കാണിച്ചിരുന്നത്. വേറെ ഒന്നുമല്ല, ഹണി കോട്ടേജ് ഇൻ റിജാലൽമ. ഈ റിജാലൽമ അടിപൊളി ഒരു പ്ലേസ് ആണ് കേട്ടോ. അപ്പോൾ അവിടെയുള്ള ഒരു ഹണി കോട്ടേജ്, അവിടെ തന്നെ ഹണി ഓർഗാനിക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ അതിൻ്റെ പ്രൊഡക്ഷന് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ എല്ലാം പറ്റും. അബഹയിൽ പോകുന്നൊരു മസ്റ്റായിട്ട് ഇതൊന്ന് വിസിറ്റ് ചെയ്യണം, അത്രയും അടിപൊളിയാണ്. അപ്പോൾ അവിടെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടേക്ക് കയറാനുണ്ട്. അപ്പോൾ ഇതാണ് ഹണി കോട്ടേജ് ഇൻ റിജാലൽമ. ഫസ്റ്റ് തന്നെ അതിൻ്റെ വ്യൂ അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. ഫുൾ ബോഗൻ വില്ലേ, അത് ഇപ്പോൾ നല്ല ഫ്ലവറിങ് ഉള്ള സമയം കൂടെ ആയിട്ട് നമ്മൾ കയറി പോകുന്ന പാത്ത് അത് അടിപൊളിയാണ്. പിന്നെ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കയറുമ്പോൾ തന്നെ അവിടെ ഒരു വിൻഡ് മില്ല് കാണാം. അതേപോലെ തന്നെ ഇവരെ കുറേ വിൻറ്റേജ് കാറ് ആ ഫ്രണ്ടിൽ, അതേപോലെ ഇവിടെ ഒരു ജീപ്പിൻ്റെ അങ്ങനെ കുറേ സ്റ്റാറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു രക്ഷയുള്ള കേട്ടോ ഈ വ്യൂ. പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ നല്ല ഗ്രീനറിയും പ്ലസ് ഇവിടെയുള്ള ഈ വിൻഡ് മില്ലും ബോഗൻ വില്ലയും ഫ്ലവേഴ്സും എല്ലാം കൂടെ കാണുമ്പോൾ ഏകദേശം 10 സ്ക്വയർ മീറ്റർ ഏരിയ കേട്ടോ ഇത് വരുന്നത്. അതിനകത്ത് തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അവരൊരു മിനിമലായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കാണിക്കാൻ തോന്നുന്നു. ഫോട്ടോഷൂട്ട് ഇവിടുന്ന് ഒരു രക്ഷയുള്ള കേട്ടോ, അടിപൊളി പ്ലേസ്, അതിന് പറ്റിയ കുറേ ഏരിയാസ് എങ്ങനെ. പിന്നെ മെയിനായിട്ട് ഇങ്ങോട്ടേക്ക് കയറുമ്പം നമുക്ക് 10 റിയാൽ പെർ പേഴ്സൺ ചാർജ്. അതേപോലെ തന്നെ മക്കൾക്കൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ കണ്ടോ ഒരു ഗ്രീസ് ലുക്കാണ്, ബ്ലൂ ആൻഡ് വൈറ്റ് ആൻഡ് ഫ്ലവേഴ്സ് ഒക്കെ കൂടെ നല്ല അടിപൊളി ഡിസൈൻ ആക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു എൻജിനീയർ മുഹമ്മദ് അൽമായി എന്ന് പറയുന്ന ഒരാൾ അയാൾ ഉണ്ടാക്കിയെടുത്തതാണ്. പിന്നെ അതിൽ സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഹണി കോട്ടേജ് ഉള്ളത്. ബാക്കി ഫസ്റ്റ് ഫ്ലോറിൽ ഇവരുടെ ഹോമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ കറക്റ്റ് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, മൈ ഫാമിലി ഹോമാണ്, ഡിസ്റ്റർബ് ചെയ്യരുത്, കാമിങ് ക്വയറ്റായിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ആ സ്റ്റെയർ കേസ് കയറി മേലേക്ക് പോകുന്നത്. അപ്പോൾ രാവിലെ 8 മണി മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ മെയിനായിട്ട് ഹണി ഉണ്ടാക്കുന്ന ഗ്രീസ്, ന്യൂസിലാൻഡ്, അതേപോലെ തന്നെ ടർക്കി, സ്പെയിൻ, തായ്ലാൻഡ് ഇവരൊക്കെയാണ്. അപ്പോൾ അതിനോടൊപ്പം നിൽക്കുന്ന ഒരു സംഭവമാണ് സൗദിയിലെ ഈ ഹണി കോട്ടേജ്. അബഹയിൽ കുറേ ഉണ്ട് കേട്ടോ. അതിലേറ്റവും മേജറായിട്ടുള്ളത് റിജാലൽമയിലുള്ള ഇത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലെത്തി. മാഷാഅല്ലാ, ഇതൊരു വുഡൻ ടച്ചിലുള്ള സംഭവമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. കംപ്ലീറ്റ് അതിൻ്റെ ഒരു ട്രഡീഷണൽ ലുക്കിലാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ടോ കുറേ ഫോട്ടോഷൂട്ടിന് പറ്റിയ ഏരിയാസ്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. അപ്പോൾ ഉള്ളിൽ ഫസ്റ്റ് ഇങ്ങനെ അവർ എല്ലാം ഷോ ചെയ്ത് വെച്ചേക്കാണ് എന്തൊക്കെ ഹണീൻ്റെ സംഭവങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, പിന്നെ ഹണി കളക്ട് ചെയ്യുമ്പോഴുള്ള ഡ്രസ്സ്, പിന്നെ ഡിഫറെൻറ്റ് ഹണി അവിടെ ഷോ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഹണി പോലത്തെ എന്തെങ്കിലും കണ്ടോ കംപ്ലീറ്റ് നമ്മൾക്ക് ഹണി അത്രയല്ലേ ഉള്ളൂ. ഇവിടെ എത്തിയപ്പോഴാണ് അതിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസ്, ഓരോ ഹണിയും യുണീക്കാണ് എന്നുള്ളത് ഇങ്ങനെ കാണുന്നത്. പിന്നെ ഇവരെ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള വുഡൻ സ്റ്റൈൽ അത് അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. ഇതൊക്കെ ഹണി ബീ ആണല്ലോ. ലൈവായിട്ട് ഹണി ബീ വർക്ക് ചെയ്യുന്ന കാണാം. പിന്നെ അവർ ഹണി കളക്ട് ചെയ്യുന്ന കുഞ്ഞി കപ്പുകളാണിത്, ഒക്കെ വുഡൻ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ഹണി കളക്ട് ചെയ്യുന്ന ഡിഫറെൻ്റ് ഷേപ്പിലുള്ള പാത്രങ്ങളാണ്. പിന്നെ ഇപ്പുറത്ത് വരുന്നത് ഒരു കഫേ വരുന്നുണ്ട്. അതേപോലെ തന്നെ അവർ കുറേ ഡെക്കോറായിട്ട് ഒരു ബെഡ് കോട്ട്, മജ്ലിസ്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറേ സിറ്റിംഗ് ഏരിയാസ്. വർക്കേഴ്സിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വില്ലേജിലെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണെന്ന്. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി, ഫുൾ ഗ്രീനറി, ഈ വിൻഡ് മില്ല് ഇതെല്ലാം ഒരു ഫ്രെയിമിൽ വരുന്നത്. പിന്നെ ഇതാണ് ഇവിടുത്തെ കോഫി ഷോപ്പ്. ഇതിനകത്ത് തന്നെ ജസ്റ്റ് ഒരു കോഫീൻ്റെ ഒരു സംഭവം ഉണ്ടാക്കിയതാണ്. പിന്നെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തപ്പോൾ അവിടെ ഹണി നമ്മൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല തിരക്കേനു കേട്ടോ, ലൈൻ നിൽക്കുകയാണേ. അപ്പോൾ നമ്മളും കുറച്ച് നേരം അവിടെ ഇങ്ങനെ വെയിറ്റ് ആക്കി.
റഷ് ഉണ്ടായിരുന്നു. അങ്ങനെ ഏതായാലും നമ്മൾ ലൈനിൽ നിന്ന് ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു 40+, അതായത് ഓവർ 40 ഹണീസ് നമ്മൾക്ക് ഇവിടുന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ഓരോന്നും ഡിഫറെൻ്റ്, അതിൻ്റെ നെയിം കൊടുത്തിട്ടുണ്ട്, അതേപോലെ മെഡിക്കൽ പ്രോപ്പർട്ടീസ് അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്ത് വെച്ചിട്ട് അവിടെ എത്തിയിട്ടോ ഹണി ടേസ്റ്റിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. എനിക്കിങ്ങനെ ഹണിയിൽ ഇത്രയും വെറൈറ്റി ഉണ്ട് എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇവിടെ എത്തിയപ്പോഴാണ് ഇത്രയും വെറൈറ്റീസ്, അതും ഡിഫറെൻറ്റ് ഫ്ലവേഴ്സിൽ നിന്ന് ഇവർ കളക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഹണി ബീസ് ഡിഫറെൻ്റ് ആയതിനെ കൊണ്ട്, അങ്ങനെ സ്പീഷീസ് മാറിയതിനെ കൊണ്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹണീസാണ് സംഭവം. അപ്പോൾ ഈ ലൈറ്റിങ് എന്താണെന്ന് വിചാരിക്കേണ്ട, താഴെ ഒരു LED ലൈറ്റ് കൊടുത്തതാണ് ഓരോന്നും ഡിഫറെൻ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനും മെഡിക്കൽ പ്രോപ്പർട്ടി എന്താ ഉള്ളത് അങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാം നമ്മൾ ടേസ്റ്റാക്കി. എനിക്ക് ആകെ ഒരു ഡിഫറെൻറ്റ് മനസ്സിലായത്, ഒരു വൈറ്റ് ഹണി ഉണ്ടായിരുന്നു കേട്ടോ, കംപ്ലീറ്റ് വൈറ്റ്. അത് റെയിനി സീസണിൽ അവർ ഹാർവെസ്റ്റ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു വൈറ്റിഷ് കളർ. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അബുവിലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.